എല്ലാവരുടെയും വലിയ ആഗ്രഹം പ്രവാചകനാകണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകനായി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, പണിയൊന്നും ഒഴുകണ്ട, ഇഷ്ടം പോലെ എന്ത് വേണേലും കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 54 വയസ്സുള്ള ഒരു പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നു, ആ ഒരു വീട്ടുകാർ ഉള്ള സൽക്കാരമൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു 6 വയസ്സുള്ള കൊച്ച് മുറ്റത്തിരുന്ന് കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഇയാൾക്കൊരു വൃത്തികെട്ട ചിന്ത മനസ്സിൽ വന്നു എന്ന് വിചാരിക്കട്ടെ. പുള്ളി പറയാം, എനിക്ക് അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കണം, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറുന്നു. പുള്ളിയായിട്ട് സംസാരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇപ്പം എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീ ഇതാ ആ മുറ്റത്തിരിക്കുന്ന കൊച്ചിനെ കണ്ടോ, അവളിലൂടെയാണ് നിൻ്റെ തലമുറ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം ഇപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു എന്ന് പറയും. അപ്പം വീട്ടുകാരൊന്നും ചെയ്യും. അപ്പം ഇയാൾ പറയും, ഞാൻ അന്നേരത്തേക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാകും അങ്ങനെ, കാരണം ഇത് ഒരു കുഞ്ഞു കൊച്ചല്ലേ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, നിൻ്റെ നാഥനെ നിനക്കറിയില്ലയോ, അവൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ശിക്ഷ വരും, അത് നീ ഓർത്തോണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ ഇതെങ്ങനെ ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളോട് പറയും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവരോട് പറയൂ, നാഥൻ്റെ കോപം നിനക്ക് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന അനുസരിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും അവർ ആ കൊച്ചിനെ വിട്ടുകൊടുക്കും. ആ ഒരു കുഞ്ഞിനെ പോലും ഇങ്ങനെ ഒരു 54 വയസ്സുള്ള ഒരാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകനായാൽ വളരെ എളുപ്പമായിരുന്നു. ഇനി അല്ലെങ്കിൽ ഒരു ചാരികസേരയിൽ ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് കിടക്കുമ്പോഴായിരിക്കും മകൻ്റെ ഭാര്യ മുറ്റമടിക്കുന്നത് കാണുന്നത്. അപ്പം ഒരു ആഗ്രഹം തോന്നി, പെട്ടെന്ന് ഇതുപോലെ അകത്തോട്ട് കയറുന്നു, ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, പുള്ളിയായിട്ട് സംസാരിക്കുന്നു. വന്നിട്ട് പറയുന്നു, പുള്ളി എന്നോട് പറഞ്ഞു, നിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇനി മുതൽ നിൻ്റെ ഭാര്യ, നീ എടുത്തോളാൻ പറഞ്ഞു എന്ന് പറയും. അപ്പം ഇങ്ങനെ പ്രവാചകനായി കഴിഞ്ഞാൽ എന്തും നടക്കും. അതുകൊണ്ട് പ്രവാചകനാകാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും പ്രവാചകനാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരു പ്രവചനം ശരിയാവണം, അത് വലിയ നാടകീയമായിട്ട് എല്ലാവരുടെയും അടുക്കൽ അവതരിപ്പിക്കണം, എല്ലാവരുടെയും അടുക്കൽ വിളിച്ചു പറയാനുള്ളൊരു കഴിവുണ്ടാകണം. അതെല്ലാം പറയുമ്പോഴത്തേക്കും പറയണം, എന്താണ് ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ദൈവം പറയുന്നതാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കാൻ പറ്റിയാൽ അവർ പ്രവാചകനാകും.